ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചാംഗം എന്നത് പ്രപഞ്ചത്തിൻ്റെ താളത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു കലയാണ്. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞായറാഴ്ച 2026 ജൂലൈ 12. ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് രോഹിണി നക്ഷത്രമാണ്. ഇത് സർഗാത്മകതയും ഐശ്വര്യവും നൽകുന്നു. രാത്രി 8:07 വരെ വൃദ്ധിയോഗമുണ്ട്. ഇത് പുരോഗതിക്കും വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. ഇന്ന് സൂര്യോദയം രാവിലെ 5:49 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 വൈകുന്നേരം 5:36 മുതൽ 7:17 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം രാവിലെ 11:59 മുതൽ ഉച്ചയ്ക്ക് 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വര നാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് ജൂലൈ 12 നിങ്ങൾക്ക് വളരെ സന്തോഷകരവും ഉന്മേഷദായകവുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ സ്വന്തം രാശിയായ ഇടവത്തിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിയിലെ ചൊവ്വയുടെ സാന്നിധ്യവും രോഹിണി നക്ഷത്രത്തിൻ്റെ സ്വാധീനവും നിങ്ങളെ ഇന്ന് കൂടുതൽ ഊർജ്ജസ്വലനാക്കും. ഇന്ന് നിങ്ങൾ നന്നായി ചിരിക്കാനും തമാശകൾ പങ്കുവയ്ക്കാനും സ്വന്തം വികാരങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളെ കൂടുതൽ സന്തോഷവാനാക്കുകയും ചെയ്യും. ഗ്രഹനിലയിലെ ഈ കാര്യങ്ങളെ പുതിയൊരു വീക്ഷണകോണിലൂടെ കാണാൻ നിങ്ങളെ സഹായിക്കും. ഇത് മനസ്സിന് വലിയ ശാന്തിയും സംതൃപ്തിയും നൽകും. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തേക്കാൾ ഉപരിയായി സർഗാത്മകമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത് സ്വന്തം താൽപ്പര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാം. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇന്ന് വളരെ അനുകൂലമാണ്. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പസമയം ധ്യാനത്തിനായി മാറ്റിവെക്കുകയും ചെയ്യുക. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഇന്ന് കറുപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഇന്ന് ഏതെങ്കിലും അർഹരായവർക്ക് ദാഹജലം നൽകുന്നത് വലിയൊരു പുണ്യമായി കണക്കാക്കപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ആവശ്യം കഠിനാധ്വാനമാണോ അതോ ഭാഗ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി UPI സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 12 നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ ബഹുമാനം, പണം, പുരോഗതി എന്നിവ നിങ്ങളെ തേടിയെത്തും. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ മികച്ച തുടക്കമാണ് നൽകുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോകുന്ന ദിശയിൽ നിങ്ങൾക്ക് വലിയ സംതൃപ്തി തോന്നും. നിങ്ങളുടെ സ്വാധീനവും ബന്ധങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമാകുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും
ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും വീട്ടുജോലികൾ സന്തോഷത്തോടെ തീർക്കാനും സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്ന് ലഭിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പസമയം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്നത്തെ ശുഭകാര്യം. ഇന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഉച്ചയ്ക്ക് 2 മണി മുതൽ 2:30 വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. ഇന്ന് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ചോദ്യം: ജീവിത വിജയത്തിന് കൂടുതൽ പ്രധാനം ഭാഗ്യമാണോ അതോ കഠിനാധ്വാനമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഞങ്ങളെ പിന്തുണയ്ക്കുക. സാധിക്കാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രിയ കർക്കിടകം രാശിക്കാരെ, ഇന്ന് ജൂലൈ 12 നിങ്ങൾക്ക് ബൗദ്ധികമായ വളർച്ചയുടെയും ഭാവി ആസൂത്രണത്തിൻ്റെയും ദിവസമാണ്. ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ചിന്താശേഷി വളരെ ഉയർന്നതായിരിക്കും. ഇത് ഭാവിയിലെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ലോകത്ത് വിജയം കൈവരിക്കാനുള്ള തിരക്കിൽ നിങ്ങൾ അല്പം സമ്മർദ്ദത്തിലായേക്കാം. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. സ്വയം വിശ്വസിക്കുക. സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടുക. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾ മറികടക്കും. നിങ്ങളുടെ ചിന്താശേഷി വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ്. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നത് വലിയ സന്തോഷം നൽകും. ബന്ധങ്ങളിൽ സുതാര്യത പുലർത്തുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിലും കുടുംബകാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജോലിയിൽ പുതിയ ആശയങ്ങൾ വരുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. ഇന്ന് പഴയ സുഹൃത്തുക്കളെ കാണുകയോ അവരുമായി സംസാരിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പുണ്യമായി മാറും. ഇന്ന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഉച്ചയ്ക്ക് 2:15 മുതൽ 1:50 വരെയുള്ള സമയം. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിൽ വിജയിക്കാൻ ഭാഗ്യമാണോ അതോ കഠിനാഠനോ കൂടുതൽ പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ നിങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച നിങ്ങൾക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. ചന്ദ്രൻ ഇന്ന് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രിയപ്പെട്ടവരുമായോ സുഹൃത്തുക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേഷ്യത്തിന് അടിമപ്പെടാതെ കാര്യങ്ങളെ ശാന്തമായി സമീപിക്കുക. പഴയ നല്ല നിമിഷങ്ങൾ ഓർക്കുന്നത് ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറ്റാൻ സഹായിക്കും. ഒരു ഫോൺ കോൾ മതിയാകും എല്ലാം ശരിയാക്കാൻ. അവർ നിങ്ങളുടെ ഒരു ചെറിയ ഇടപെടലിനായി കാത്തിരിക്കുകയാകാം. പുതിയ കാര്യങ്ങൾ തുടങ്ങാനായി ആലോചിക്കുക. അല്ലാത്ത പക്ഷം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലകളിലുള്ളവർക്കും നിർദ്ദേശങ്ങൾ. വിദ്യാർത്ഥികൾ ഇന്ന് മനസ്സ് ശാന്തമാക്കാൻ ശ്രമിക്കുക. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സംഗീതം സഹായിക്കും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. ബന്ധം മെച്ചപ്പെടുത്താൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക. ഗൃഹിണിമാർ ഇന്ന് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിലും മരുന്നുകളിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. ഇന്നത്തെ പരിഹാരം: മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ ഇന്ന് നല്ല സംഗീതം കേൾക്കുക.
ഇത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും സുഹൃത്തുക്കളെ. ഇന്ന് എനിക്കൊരു ജ്യോതിഷ ചോദ്യം ചോദിക്കാനുണ്ട്. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്ഷമയാണോ അതോ തുറന്ന സംസാരമാണോ കൂടുതൽ ഫലപ്രദം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ജൂലൈ 12 ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ ശാന്തവും ചിട്ടയായതുമായ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സമാധാനം അനുഭവപ്പെടും. വീട്ടിലെ കാര്യങ്ങളോ ജോലിസ്ഥലത്തെ കാര്യങ്ങളോ ക്രമീകരിക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് ഏറ്റവും നല്ല ദിവസമാണ്. വിവിധ മേഖലകളിലുള്ളവർക്കുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഇന്ന് നിങ്ങൾക്ക് കഴിയും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ മനോഹരമായ ദിവസമാണ്. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ഗൃഹിണിമാർക്ക് ഇന്ന് വീടിൻ്റെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവയ്ക്കാനും സാധിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജോലിയിൽ കൃത്യത കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അല്പസമയം ധ്യാനിക്കുകയും ചെയ്യുക. ഇന്ന് വെള്ള നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം വളരെ ശുഭകരമാണ്. ഇന്ന് മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ പിന്തുണയ്ക്കാൻ സംഭാവന നൽകുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ജൂലൈ 12 നിങ്ങൾക്ക് വളരെ സന്തോഷവും ഉത്സാഹവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ രാശിയിൽ നിന്ന് 5-ാം ഭാവത്തിൽ, അതായത് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ രാശിനാഥനായ ശനിയുടെ സ്വാധീനവും ചന്ദ്രൻ്റെ ഈ നിലയും നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് വലിയ ഊർജം നൽകും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പതിവ് ജോലികൾ മാത്രമല്ല, അധികമായി വരുന്ന ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കും. നിങ്ങളുടെ മൾട്ടിടാസ്കിംഗ് കഴിവും കഠിനാധ്വാനവും കണ്ട് നിങ്ങളുടെ മേലധികാരികളും സഹപ്രവർത്തകരും അത്ഭുതപ്പെടും. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈകുന്നേരം 4 മണിക്ക് ശേഷം മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനം ഇന്ന് ഫലം കാണും. യുവജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുജോലികളിലും കുടുംബത്തോടൊപ്പമുള്ള സമയത്തിലും വലിയ സന്തോഷം ലഭിക്കും. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് വിജയത്തിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ ജോലിയെ എല്ലാവരും അഭിനന്ദിക്കും. മുതിർന്നവർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഒരു പുണ്യകർമ്മമായി ഇന്ന് ആരോടും വഴക്കിടാതെ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ജ്യോതിഷ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണോ അതോ ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നതാണോ കൂടുതൽ നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ഏറെ പരിശ്രമിക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ഈ ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മീനം രാശിക്കാരെ, ഇന്ന് ജൂലൈ 12 നിങ്ങൾക്ക് പൊതുവെ നല്ലൊരു ദിവസമാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ചന്ദ്രൻ ഇന്ന് നിങ്ങളുടെ 3-ാം ഭാവത്തിൽ, അതായത് നിങ്ങളുടെ 3-ാം ഭാവത്തിൽ ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു.
നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സമ്പാദ്യത്തിലും ദീർഘകാല നിക്ഷേപങ്ങളിലും ശ്രദ്ധ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ ആലോചിച്ച് പ്രവർത്തിക്കുക. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളെ ബാധിച്ചേക്കാം. വിവിധ പ്രായത്തിലുള്ളവർക്കും മേഖലയിലുള്ളവർക്കും ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ദിവസമാണ്. രോഹിണി നക്ഷത്രത്തിലെ ചന്ദ്രൻ പഠനത്തിൽ ഏകാഗ്രത നൽകുമെങ്കിലും സാങ്കേതിക വിഷയങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ജനങ്ങൾക്കും പ്രണയബന്ധത്തിലുള്ളവർക്കും ഇന്ന് ക്ഷമയുടെ ദിവസമാണ്. പങ്കാളിയുമായുള്ള സംസാരത്തിൽ വിനയം കാത്തുസൂക്ഷിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കുക. ഗൃഹിണിമാർക്ക് ഇന്ന് വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കാൻ നല്ലത്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഇന്ന് ജാഗ്രതയുടെ ദിവസമാണ്. മേലധികാരികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. മുതിർന്ന പൗരന്മാർ ഇന്ന് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ശനിയുടെ സ്വാധീനം മൂലം സന്ധിവേദനയോ ക്ഷീണമോ അനുഭവപ്പെടാം. ഇന്നത്തെ പുണ്യകർമ്മമായി വീട്ടിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിക്കുക. ഇന്ന് നീല നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:15 വരെ തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ജ്യോതിഷ ചോദ്യം: 3-ാം ഭാവത്തിൽ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നതാണോ അതോ ധൈര്യത്തോടെ നേരിടുന്നതാണോ കൂടുതൽ ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിലുള്ള UPI QR കോഡ് വഴി സംഭാവന നൽകി ചാനലിനെ പിന്തുണയ്ക്കുക. അതിന് സാധിക്കാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്.